കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. തത്സമയ ദൃശ്യങ്ങൾ. ചുമതല കൂടി സ്വാഭാവികമായും ഉള്ളവരാണ്. നഗരസഭകളും നഗരസഭാ ജീവനക്കാരും നേരിടുന്ന പ്രശ്നങ്ങൾ, അത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ അനുഭവത്തിൽ വിശദമായി ചർച്ച ചെയ്യാൻ ഈ സമ്മേളനം ഉപകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ സാധാരണയുള്ള സമയത്തിലിപ്പം ഈ കാര്യത്തിൽ 2-3 ദിവസം ഉണ്ടെങ്കിലും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ പരിപാടിയുടെ നോട്ടീസ് ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ കാണുന്നത്. നമ്മുടെ സർവീസ് സംഘടനാ രംഗത്ത് വരുന്ന ഒരു പുതിയ പ്രവണതയാണ്. കുറച്ചു കാലമായി നമ്മുടെ രീതി പുറത്തു വരിക. മറ്റു കാര്യങ്ങൾക്കൊക്കെ ധാരാളം സമയം നമുക്കുണ്ടാകും. എന്നാൽ എന്താണോ ചർച്ച ചെയ്യേണ്ടത്, ആ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ടത്ര സമയം ലഭിക്കാതെ പോകുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. കുറച്ച് സമയം അന്ന കാലത്തൊക്കെയാണെങ്കിലും നീക്കി വെച്ചത് കാണാതെയല്ല പറയുന്നത്. പക്ഷെ ആ സമയം ശരിയായ രൂപത്തിൽ ഉപയോഗിച്ചാൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ കൃത്യമായൊരു ധാരണയിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഭരണരംഗം വിവിധ തട്ടുകളിലായിട്ടാണ് കടക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട മേഖലയാണ് നിങ്ങൾ പ്രതിനിധീകരിക്കുന്നത്. നഗരസഭ നഗരങ്ങളിലെ ജനങ്ങളുടെ ജീവിതവുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഭരണ സംവിധാനമാണ്. അതുകൊണ്ട് തന്നെ ഓരോ നഗരസഭയുടെയും പ്രവർത്തനം അത് വൻതോതിലാണ് ജനങ്ങളെ ബാധിക്കുന്നത്. ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു ഭരണ സംവിധാനം എന്നുകൊണ്ട് കഴിഞ്ഞാൽ ഈ സംവിധാനത്തിൻ്റെ പ്രവർത്തനത്തിലുണ്ടാകുന്ന നേട്ടങ്ങളും ഓട്ടങ്ങളും അതിവേഗതയിൽ ജനങ്ങൾ വിലയിരുത്തി പോകുന്നുണ്ട്. നഗരസഭയുടെ പ്രവർത്തനം പൊതുവെ ജനോപകാരപ്രദമാണ്. ആ പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് ഇറങ്ങി കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക നഗരസഭയിലുള്ള ജീവനക്കാർ ഏത് കാര്യവും നിർവഹിക്കാൻ ചുമതലപ്പെട്ടവരാണ് നഗരസഭ ജീവനക്കാർ. അത് നല്ല രീതിയിൽ നടപ്പാക്കിയാൽ അവിടെ അതിൻ്റെതായ ഫലം കാണാൻ സാധിക്കും എന്നതാണ് പ്രത്യേകത. നഗരത്തിൽ എന്ന് പറഞ്ഞാൽ നഗരത്തിലെ നഗരാതിർത്തിയിലെ ജനങ്ങളുടെ ഈ പ്രവർത്തനം നല്ലതുപോലെ പ്രതിഫലിക്കുകയും ചെയ്യും. അപ്പോൾ
നാം മുൻതൂക്കം കൊടുക്കേണ്ടത് നഗരസഭാ ജീവനക്കാരെന്ന നിലക്കും സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു സംഘടന എന്ന നിലക്കും ഈ പ്രവർത്തനം ശരിയായ തോതിലും അളവിലും ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുന്നതിനാണ്. അങ്ങനെ വന്നാൽ അത് നഗരസഭയും ജനങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വഴിവെക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിലായാലും വലിയൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. നമ്മൾ മതനിരപേക്ഷതയിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. മതനിരപേക്ഷ കേരളം, അഴിമതി ചെയ്ത കേരളം, വികസിത കേരളം, ഇത്തരത്തിലൊരു കേരളം സൃഷ്ടിക്കാനാണ് സംസ്ഥാന ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതില് മതനിരപേക്ഷത നേരത്തെ തന്നെ നല്ലതുപോലെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു നാടാണ് നമ്മുടെ. എന്നാൽ അടുത്ത കാലത്തായി മതനിരപേക്ഷത അപകടപ്പെടുത്താൻ അതോടൊപ്പം മതാധിഷ്ഠിതമായി കാര്യങ്ങൾ എത്തിക്കാൻ, അതിനോടൊപ്പം വർഗീയതയിലേക്ക് കാര്യങ്ങൾ വളർത്താൻ ഉള്ള ശ്രമങ്ങൾ നമ്മുടെ നാട്ടിലും വലിയ തോതിലാണ് നടക്കുന്നത്. ആ ശ്രമങ്ങൾ നല്ല നിലക്ക് നടത്തുന്നതിന് വലിയ തോതിലാണ് പണവും ചെലവഴിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്ന പ്രത്യേക സാഹചര്യം ഇത്തരമൊരു സ്ഥിതിവിശേഷം സൃഷ്ടിക്കുന്നതിന് വലിയ തോതിൽ ഉപയോഗിക്കുകയുമാണ്. അപ്പോ നമ്മുടെ ഉത്തരവാദിത്വം കുറച്ചുകൂടി വർദ്ധിക്കുന്നു. മതനിരപേക്ഷ കേരളം ഒരു പോർവം നിൽക്കാതെ സംരക്ഷിക്കപ്പെടാൻ നല്ല നിലക്ക് നാം ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ നഗരാതിർത്തിക്കുള്ളിലെ ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നവരുടെ നിലക്ക് നല്ലതുപോലെ നിങ്ങൾ നഗരസഭാ ജീവനക്കാർ ഈ ചുമതല നിർവഹിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് പൊതുവെ അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മുടെ നാടിന്റെ നേട്ടങ്ങൾ നല്ലതുപോലെ വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വിവിധ രംഗങ്ങളിൽ നേട്ടം നേടിയ ഒരു സംസ്ഥാനമാണ്. എന്നാൽ കാലത്തിന് ചേർന്ന തരത്തിലുള്ള പുരോഗതി ഓരോ രംഗത്തും നമുക്ക് നേടാൻ കഴിയേണ്ടതായിട്ട് ആ കാര്യത്തിൽ പൊതുവെ നാടാകെ ശ്രദ്ധിക്കണം. നഗരസഭകൾക്കും ഇതിൽ വലിയ ചുമതലകളാണുള്ളത്. നഗരസഭയുടെ പ്രവർത്തന രീതികൾ പരിശോധിച്ചാൽ ഒരു പ്രാദേശിക സർക്കാർ എന്ന ആശയത്തോടെയാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ
അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നാം ഒരു വസ്തുത പ്രധാനമായും ഓർക്കേണ്ടതായിരുന്നു. അത് നഗരസഭകൾ രൂപം കൊണ്ടതും പ്രവർത്തനം ആരംഭിച്ചതും ഒരു പ്രത്യേക കാലഘട്ടത്തിലായിരുന്നു. ഇതിന് അക്കാലത്ത് ഏറ്റവും അധികം ഊന്നൽ നൽകിയത് നഗര ശുചീകരണ പ്രവർത്തനത്തിലായിരുന്നു. നഗര ശുചീകരണ സ്ഥാപനങ്ങൾ എന്ന നിലക്ക് ഇതാരംഭിച്ചു എന്നതാണ് കാണാൻ സാധിക്കും. ഇന്ന് ശുചീകരണ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട പ്രവർത്തനമല്ല നഗരസഭക്കുള്ളത്. എന്നാൽ നല്ലതുപോലെ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഇപ്പോൾ മാലിന്യ നിർമ്മാർജ്ജന നടപടികളുമായി ഒരു ഭാഗത്ത് നടപടികൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതുമായി വേണ്ടതൊന്നും സഹകരിക്കാതെ മാലിന്യ വർധനവിന് നടപടികളെടുക്കുന്ന ചില സ്ഥാപനങ്ങൾ നഗരാതിർത്തിയിലുണ്ട് എന്ന് മറ്റാരേക്കാളും അറിയുന്നവരാണെങ്കിൽ, അതായത് ആ നഗരസഭയിലെ ജീവനക്കാർ. എന്നാൽ അത് കണ്ടില്ലെന്നിരിക്കുക. അതിൻ്റെ മേലെ ആവശ്യമായ നടപടി ഒരു ഘട്ടത്തിലെടുത്താൽ പിന്നീട് മാലിന്യ വർധനവിന് സഹായകരമായ നടപടി അവരുടെ ഭാഗത്തുണ്ടാവില്ല. അവരവരിൽ അർപ്പിതമായ ചുമതല നിറവേറ്റാൻ തയ്യാറാകുന്നില്ല എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇതിന് നിങ്ങളിൽ അർപ്പിതമായ ചുമതല നിർവഹിക്കുന്നതിന് ആരും തടസ്സം നൽകുന്നില്ല. നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ആ നടപടികളുമായി മുന്നോട്ട് പോകാം. പക്ഷേ പല കാരണങ്ങളാൽ ആ നടപടികളിലേക്ക് നീങ്ങാതിരിക്കുക. ഇത് നമുക്ക് തുടരാൻ പറ്റുന്ന ഒരു രീതിയല്ല. അപ്പോൾ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ഒന്നായി നമ്മുടെ നഗരസഭകളിലെ നിർവഹണ വിഭാഗം നീങ്ങേണ്ടതായിട്ട് ഇവിടെ പൊതുവിൽ നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാവരും നല്ലതുപോലെ ശുചിത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണെങ്കിലും നമുക്ക് മാലിന്യ നിർമ്മാർജ്ജന കാര്യത്തിൽ എടുത്തു പറയത്തക്ക രീതിയിൽ വിജയം നേടാൻ കഴിഞ്ഞില്ല എന്നത് തന്നെയാണ് വസ്തുത. ഇതൊരു ഗൗരവ പ്രശ്നമായിട്ട് തന്നെ നാം കാണേണ്ടതായിരുന്നു. ഇപ്പോൾ പലതരത്തിലുള്ള രോഗങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള പനികൾ, ഓരോന്നിൻ്റെയും പേര് ഞാനിപ്പോൾ എടുത്ത് പറയേണ്ടതില്ല, നമ്മുടെ നാട്ടിൽ വ്യാപിക്കുകയാണ്. അപ്പം അത്തരം കാര്യങ്ങൾ വരുന്നതിന് കാരണം നമ്മൾ വരുത്തിവെച്ച ഈ ഘടകങ്ങളാണ്. അപ്പോൾ അതില്ലാതിരിക്കുന്നതിന് നല്ല നിലക്ക് ഇടപെട്ടു പോകാൻ
നാം ശ്രദ്ധിക്കേണ്ടതായിട്ട്. ഇക്കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധയുണ്ടാകുന്നില്ല എന്നതാണ് വസ്തുത. അപ്പൊ അതിനു നേരെ കണ്ണടക്കാൻ കഴിയും. വീഴ്ചകൾ വരുത്തുന്നതിനെയും സർക്കാരിന് കണ്ടില്ല നടിക്കാൻ കഴിയില്ല എന്നത് വ്യക്തമാക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അപ്പം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള ബോധവൽക്കരണത്തിലേക്കാണ് കടന്നത്. ആ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് ഹരിത കേരള മിഷൻ പ്രഖ്യാപിച്ചത്. ഹരിത കേരള മിഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ശുചീകരണ പ്രവർത്തനം തന്നെയാണ്. വേറെ ഘടകങ്ങൾ അതിനോടൊപ്പം ഉണ്ട്, അതൊന്നും മറന്നിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ ശുചീകരണ പ്രവർത്തനത്തിൽ എന്തുകൊണ്ട് നമുക്ക് മുന്നേറാനാവുന്നില്ല? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് ഹരിത കേരള മിഷൻ നടപ്പാക്കാനുള്ള ചുമതല. നമ്മുടെ നഗരാതിർത്തികൾക്കുള്ളിൽ നഗരത്തിൻ്റെതായ പ്രത്യേകതകളുണ്ട് എന്നത് വസ്തുതയാണ്. മാലിന്യം കുമിഞ്ഞുകൂടാനുള്ള ഒട്ടേറെ സാധ്യതകളുണ്ട് ഇന്നത്തെ രീതികളിൽ. പക്ഷെ അതാകെ കുമിഞ്ഞുകൂടിയിട്ട് നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഹരിത കേരള മിഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് കുറേ കാലമായി. നമ്മൾ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നീക്കാൻ ചുമതലപ്പെട്ടവരായിട്ട് കുറച്ചു കാലമായി. ചുമതല നേരത്തെയുണ്ട്, എന്നാലൊരു പ്രത്യേകമായ രീതിയിൽ ഈ ചുമതല നിറവേറ്റാൻ നമ്മൾ തീരുമാനിച്ചു. എത്ര ആളുകൾക്ക് അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു? ചിലത് നീങ്ങിയിട്ടുണ്ട്, തീരെ നീങ്ങിയില്ലാന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ നീങ്ങാത്തവർ നല്ലതുപോലെയുണ്ട്, ഒന്നും ചെയ്യാത്തവരുണ്ട്. നല്ല നിലക്ക് മാലിന്യ വർധനവ് ഉണ്ടാകുന്ന സ്ഥിതി വന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശങ്ങളാണല്ലോ നഗരങ്ങൾ എന്ന് പറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങൾ. ആ പ്രദേശങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ മൂക്ക് പൊത്തേണ്ടി വരും എന്നുള്ളൊരവസ്ഥ വന്നാൽ അത് നാട്ടിനാകെ അവമാനകരമായ കാര്യമാണ്.